അജിംസ്, ഒന്നാമത്തെ കാര്യം ഫാദർ അജി പറയുന്നതും ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഫാദർ അജി ഏതെങ്കിലും തരത്തിൽ ആ സ്കൂളിൻ്റെ ന്യായീകരണങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ അദ്ദേഹം അത് വ്യക്തമാക്കുമെന്ന് വിചാരിക്കുന്നു. സ്കൂളിലെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ശിരോവസ്ത്രം നിരോധിക്കുന്നത്, ശിരോവസ്ത്രം എന്ന് അവർ പറഞ്ഞില്ല, അവർ പറഞ്ഞ ഹിജാബ് എന്നാണ്. അതിൻ്റെ മലയാളമാണല്ലോ ശിരോവസ്ത്രം. അവർ ധരിച്ചിരിക്കുന്നതാണെങ്കിൽ ശിരോവസ്ത്രവുമാണ്. ശിരോവസ്ത്രം നിരോധിക്കുന്നത് ഇന്ത്യൻ സെക്യുലറിസത്തെയും സംസ്കാരത്തെയും മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാദർ അജി ഈ ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ടുള്ള കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിക്കുകയും അത് സെക്യുലർ ആവുകയും അങ്ങ് ഈ ലോഹ ധരിക്കുകയും ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കുന്നത് സെക്യുലർ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയവാദത്തെക്കുറിച്ച് അങ്ങയുടെ നിലപാട് എന്താണ്? എത്ര വിചിത്രവും അപലപനീയവുമായ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഇത്തരം അജി പറയുന്ന ഒരു കാര്യം, പൊതു ഇടങ്ങളിൽ ആ വസ്ത്രം ധരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് ധരിക്കരുത് എന്നല്ല. അത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി തന്നെ തള്ളിക്കളഞ്ഞ ഒരു വാദമാണ്. ഇന്ത്യൻ മതേതരത്വം, മതേതര സങ്കല്പം എന്ന് പറയുന്നത് മതനിരാസത്തിൻ്റെതല്ല. പൊതു ഇടത്തിൽ മതത്തിൻ്റെ ചിഹ്നങ്ങൾ പാടില്ല എന്ന സമീപനം ഭരണഘടനാ അസംബ്ലിയിൽ ധാരാളം ആളുകൾ സ്വീകരിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള അനുവാദം ലഭിക്കുന്നത്. ആ ഘട്ടത്തിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതെന്ന് ഭരണഘടനാ ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഫാദർ അജിക്കും അതറിയും എന്ന് ഞാൻ വിചാരിക്കാം. അജിംസി ഇവിടെ ചോദിച്ച പ്രശ്നത്തിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നം, ആ പെൺകുട്ടിയുടെ ഏജൻസി ഫാദർ അജിയെ ഏൽപ്പിച്ചതാരാണ്? ഞാനിതിൽ ആ തരത്തിൽ വൈകാരികമായി ഈ കാര്യത്തെ കാണുന്നില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവിനേക്കാൾ അവകാശം ആ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് പറയാൻ ഫാദർ അജിക്ക് എന്താണ് അവകാശം? അത് ഏത് നാട്ടിലെ എന്ത് രാഷ്ട്രീയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തരത്തിലുള്ള ഏജൻസിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് പറയുന്നത്? ആ പെൺകുട്ടിയുമായി സംസാരിച്ച ഒരാളാണ്, ആ കുട്ടിയുടെ അഭിഭാഷകനാണ് ഞാൻ. ആ കുട്ടിയുടെ നിലപാട് ഞാൻ പറയാം. ആ കുട്ടി നേരത്തെ തന്നെയും ഹിജാബ് ധരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നേരത്തെ അവരുടെ 2 സഹോദരിമാർ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ ക്രിസ്തീയ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത്. അവരെല്ലാവരും ഹിജാബ് ധരിച്ചിട്ടാണ് അത്തരത്തിലുള്ള പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ വിശ്വാസത്തിലാണ് ഈ സ്കൂളിൽ ഈ കുട്ടി ചേരുന്നത്. അതിനുശേഷം ആ സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ഈ കുട്ടി എല്ലാ ദിവസവും ക്ലാസ് മുറി വരെയും ഹിജാബ് ധരിച്ച് ക്ലാസ് മുറിയിൽ നിന്ന് അത് അഴിച്ചു വെക്കുകയാണ്. ഈ സാഹചര്യം വലിയ പ്രയാസവും മാനസിക പ്രയാസവും ഈ കുട്ടിക്കുണ്ടാവുമ്പോൾ കുട്ടിയുടെ മാതാവ് നിരവധി തവണ സ്കൂളിലെ അധ്യാപകരുമായി സംസാരിക്കുന്നു, അവരത് അനുവദിക്കുന്നില്ല. എന്താണ് ഈ ഒക്ടോബറിൽ സംഭവിച്ചത്? പലരും പറയുന്നുണ്ടല്ലോ ഇത് ജൂണിൽ കുട്ടി പഠിച്ചിട്ട് ഇപ്പോൾ എന്താ ഒക്ടോബറിൽ പ്രശ്നം ഉണ്ടായത്? എന്താ ഒക്ടോബറിൽ സംഭവിച്ചത്? ഒക്ടോബറിൽ അവിടെ ആനുവൽ ഡേ നടക്കുമ്പോൾ ക്ലാസ് അല്ലല്ലോ എന്ന് കരുതിയിട്ട് കുട്ടി ഹിജാബ് ധരിക്കുക പുറത്തെ ഒരു ഫംഗ്ഷനിൽ, ഒരു ഹാളിൽ. അതിൻ്റെ പേരിൽ വളരെ രൂക്ഷമായി ആ കുട്ടിയെ ചീത്ത പറയുകയും ആ കുട്ടിയെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെയാണ് കുട്ടിയുടെ പിതാവ് വിവരമറി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫാദർ അജി, അങ്ങ് SDPI കുറിച്ചും ബാഹ്യശക്തികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ആരാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആദ്യമായി നടത്തുന്നത്? താങ്കൾ വസ്തുതാപരമായി അന്വേഷിക്കാനും തിരുത്താനും തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സ്കൂളിലെ PTA പ്രസിഡന്റാണ് ഇത് പൊതുലോകത്തെ ആദ്യമായി അറിയിക്കുന്നത്. എങ്ങനെ അറിയിക്കുന്നു? വളരെ വർഗീയമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അറിയിക്കുന്നു. അങ്ങ് ഇവിടെ തള്ളി പറഞ്ഞ കാസയുണ്ടല്ലോ, ഈ കാസയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് PTA പ്രസിഡന്റ് നിലപാട് എന്ന് പറഞ്ഞ് അയാളുടെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നു. അദ്ദേഹമാണ് ഇത് ആദ്യമായി വർഗീയവൽക്കരിച്ച് ഇത് പ്രശ്നമാക്കി തീർക്കുന്നത്. അതിനുശേഷമാണ് ആ നാട്ടിലെ ആളുകൾ അതിൽ ഇടപെടുന്നത്. അതിലൊന്നും ഈ കുട്ടിയുടെ കുടുംബത്തിന് ഒരു പങ്കുമില്ല. താങ്കൾ എല്ലാത്തിലും, നമ്മുടെ ഒരു മാനസിക പ്രശ്നമാണ്. തങ്ങളുടെ മൗലികാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെ പിന്നിലും ഏതോ ബാഹ്യശക്തികളുണ്ട്. അത്തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുക. എന്നിട്ട് ആ ആളുകളുടെ മൗലികാവകാശത്തെക്കുറിച്ചും ന്യായമായ രാഷ്ട്രീയ ചോദ്യങ്ങളെയും ഈ തരത്തിലുള്ള ഭീതി ജനിപ്പിച്ചുകൊണ്ടും വ്യാജങ്ങളോ
നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയാത്ത വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളോ പറയുക, അല്ലെങ്കിൽ അപ്രസക്തമായ വാദങ്ങൾ ഉന്നയിക്കുക. ഇത് ആരുന്നയിക്കുന്നു, ഇത് മറ്റുള്ളവർ മുതലെടുക്കുന്നു, വർഗീയ ശക്തികളുടെ മുതലെടുപ്പുണ്ടാകുന്നു, അതൊക്കെ ഉണ്ട്, അതൊക്കെ അവസാനിപ്പിക്കേണ്ടതുമാണ്. പക്ഷേ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ മൗലികമായ പ്രശ്നം. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ധരിക്കുന്നത് പോലെയല്ല അവർക്ക് പട്ടാള ചിട്ട പോലെയുള്ള ഒരു നിയമം ഉണ്ടാവണം. പോലീസുകാരുടെ പോലീസ് വേഷം പോലെയാണ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ യൂണിഫോം എന്നൊക്കെ പറയുന്നത്. എത്ര വിചിത്രമായ വാദമാണ്. കേരളത്തിൽ മറ്റെല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് സ്ഥാപനം നടത്തിപ്പിൽ ഈ സ്ഥാപനത്തിന് ഹിജാബ് അനുവദിച്ചാൽ ഉണ്ടാവുക? എൻ്റെ സിമ്പിൾ ലോജിക്ക് അതാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ ന്യൂനപക്ഷ പദവിയുള്ള സ്ഥാപനങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിച്ച് പഠനം നടത്താം. അവിടെ ആരും ക്രിസ്തീയ വസ്ത്രം ധരിക്കണം, അദ്ദേഹം പറഞ്ഞ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നില്ല. ഈ സ്കൂളിൽ ഒരു കുട്ടിയും ആ ആവശ്യം ഉന്നയിക്കുന്നില്ല. ഇത് അഡ്വക്കേറ്റ് അമീൻ ഹസൻ, അത് തന്നെയാണ് ചോദ്യത്തിന്റെ മർമ്മം. അഡ്വക്കേറ്റ് അമീൻ ഹസൻ,